Hi students, my name is Swati Sugadan and today we are going to study the subject Sustainable Engineering. We are discussing module 3. In that, here we are going to study about the scope and goal of life cycle analysis. Okay. So in this session we are going to study about life cycle analysis stages. So what are the stages in the life cycle analysis of a product? Okay. So before moving into that, we need to know what is meant by life cycle analysis. Okay. So here is the definition for that. It is process to assess the environmental impacts associated with all the stages of a product or process or activity from cradle to grave by identifying the materials used and waste generator. Okay. So, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ക്രാഡിൽ ടു ഗ്രേവ് അപ്രോച്ച് അല്ലെങ്കിൽ ക്രാഡിൽ ടു ഗ്രേവ് ആക്ടിവിറ്റിയുടെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ നിന്ന് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ് മുതൽ ഇനി അതിൻ്റെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ആ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തു, എന്നിട്ട് അതിന് ജനറേറ്റ് ചെയ്തതിന് ശേഷം അത് യൂസ്ലെസ് ആയി, അതായത് വേസ്റ്റായി മാറിയതിന് ശേഷമുള്ള ഒരു മാറിയുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ അനാലിസിസിനെയാണ് എന്ത് പറയുന്നത്, ഒരു ലൈഫ് സൈക്കിൾ അനാലിസിസ് ഇൻ കേസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇനി അതൊരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആവാം. സോ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ക്രാഡിൽ ടു ഗ്രേവ് അനാലിസിസ് ആണ്. ഓക്കെ. സോ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്രാഡിൽ ടു ഗ്രേവ്, അതായത് ജനനം മുതൽ മരണം വരെ എന്ന് നമ്മൾ പറയത്തില്ലേ, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ബിഗിനിങ് മുതൽ അറ്റ് എൻഡ് അല്ലേ, ആ ഒരു സ്റ്റേജ് വരെയുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. So let's see what are the stages in the life cycle analysis. So mainly there are 4 stages included in the life cycle analysis. First one is the goal and scope, and the second stage is inventory stage. Third stage is impact assessment stage, and the fourth stage is improvement assessment stage. So let's see what are these stages in detail. Okay. So goal and scope of a life cycle analysis. So ഒരു ലൈഫ് സൈക്കിൾ, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ലൈഫ് സൈക്കിൾ അനാലിസിസിൻ്റെ ഗോൾ അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇനി ആ പ്രോഡക്റ്റിൽ നിന്നും വാട്ട് ആർ വി ലുക്കിംഗ് അറ്റ് ദാറ്റ് പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എയിം ചെയ്യുന്നത്, നമ്മളുടെ ഗോൾ എന്താണ്, ഇനി ആ പ്രോഡക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോൾ ആൻഡ് സ്കോപ്പ് ഓഫ് life cycle analysis. So what are we looking at? Here we are considering what are we looking at. So the point at which all decisions are made about what to include in the study, why it's being carried out, the functional unit that is being focused on, the different systems that need to be investigated, as well as the boundaries. അതായത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു പ്രോസസ് ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ എല്ലാ സ്റ്റേജസ്, അതായത് വാട്ട് ആർ ദ ഡിസിഷൻസ് വി നീഡ് ടു ടേക്ക് അബൌട്ട്, വാട്ട് ആർ ദ important aspects we need to consider, or what are the functional units, what is to be focused and what is to be investigated, ഇനി അതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് വി ആർ ഐഡൻറ്റിഫൈങ് ദ ഗോൾസ്, ഐഡൻറ്റിഫൈങ് ദ സ്കോപ്സ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് goal and scope of life cycle analysis. Next stage is inventory.
Okay, so life cycle inventory അല്ലെങ്കിൽ LCI എന്നതിനെ പറയും. Okay, so let's see. This is the data that you are collecting. Okay, so നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ കളക്ടിങ് ദ ഡേറ്റാസ്. ഓക്കെ, സോ ഇനി ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസ് പോലുള്ള റോ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ട് വരും. സോ വി ആർ കളക്ടിങ് ഡേറ്റ ആൻഡ് the inventory includes things like emissions, energy requirements and material flows for each process involved. Okay, so ഇവിടെ മുതൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിലേക്കുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ്. സോ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എമിഷൻസ്, എനർജി റിക്വയർമെൻറ്റ്സ്, മെറ്റീരിയൽ ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ്സ് അവിടെ മുതൽ വരികയാണ്. ഓക്കെ, സോ ദെൻ these are the flows into and out of the system you are studying. Okay, so life cycle inventory means ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ അനാലിസിസിന് ഓരോരോ സ്റ്റേജസ് ഉണ്ട്. ഇനി ആ സ്റ്റേജസിന് അകത്തേക്ക് ഓരോ സ്റ്റേജിനുള്ളിലേക്ക് എന്താണ് പോകുന്നത്, പുറത്തേക്ക് എന്താണ് വരുന്നത്, ഒരു സ്റ്റേജിൻ്റെ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളൊരു കൺസിഡറേഷൻ ഈ ഇൻവെൻറ്ററിയിലാണ് വരുന്നത്. Then the data of these are adjusted depending on the functional unit you are looking at. Okay, so നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഫങ്ഷണൽ ഓരോരോ യൂണിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓരോരോ സ്റ്റേജസ് ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡേറ്റയെ കളക്റ്റഡ് ഡേറ്റയെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. Okay, life cycle impact assessment അല്ലെങ്കിൽ എന്താണ് impact assessment stage. So here the life cycle impact assessment is where the impacts on the environment are calculated. So നമ്മളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെയാണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. The categories of impacts are chosen and the impacts on them based on the flow of emissions, energy, materials from the inventory are assessed. അതായത് ഇൻവെൻട്രി സ്റ്റേജസിൽ നമ്മൾ എമിഷൻസ്, എനർജി കൺസിഡറേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, മെറ്റീരിയൽ ഫ്ലോ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അത് ഈ ഒരു പ്രോസസ്സുകൾ എമിഷൻ അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ മെറ്റീരിയൽ ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട്സുകൾ നമ്മൾ എവിടെ അസസ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. These are loads of different types of impacts. So this stage accounts for all the different impacts that have been chosen. Okay, പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനകത്ത് വേറെയും ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിപ്ലീഷൻ ഓഫ് എബയോട്ടിക് റിസോഴ്സസ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, അസിഡിഫിക്കേഷൻ. ഇതെല്ലാം ഒരു പ്രോസസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ആണ്. ഇതും ഇതിനെ പറ്റിയുള്ള അസസ്മെൻറ്റും ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? The results are analyzed in the context of the goal and scope of the study set out at the beginning. So initially നമ്മൾ ഗോളും സ്കോപ്പും സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു LCA സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇപ്പോൾ LCA ഗോളും സ്കോപ്പും സെറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്തു, പ്രോസസ്സ് ചെയ്തു, അതിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്തു. ഇനി ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, അതായത് പ്രൊഡക്റ്റ് ഫൈനൽ എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ്, അതിൻ്റെ റിസൾട്ട്സിനെ കാര്യങ്ങളും ബേസ്ഡ് ഓൺ ഗോള്, സ്കോപ്പ്, നമ്മുടെ ഗോളിനെ സ്കോപ്പിനെ എത്രത്തോളം മീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അതിൻ്റെ റിസൾട്ട്സിനെ നമ്മൾ അസസ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, ആൻഡ് what have we learned about the system from this LCA? This is where recommendations are typically included. അതായത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അനാലിസിസ് കൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്തത് എന്നുള്ള കാര്യം ഇവിടെ ഇംപ്രൂവ്മെൻറ്റ് അസസ്മെൻറ്റ് സ്റ്റേജിൽ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ 4 stages of life cycle analysis.